മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തെ നിങ്ങളുടെ അധ്വാനങ്ങളിൽ ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിന് 1 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ സ്വർഗരാജ്യം ഒരു വിവാഹ വിരുന്നുമായി ബന്ധപ്പെടുത്തി ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വർഗരാജ്യം വിവാഹ വിരുന്നിന് സദൃശ്യമെന്നാണ് ഈശോനാഥൻ പഠിപ്പിക്കുന്നത്. അതിനുശേഷം ഈശോ പറയുകയാണ്, വിവാഹ വിരുന്നൊരുക്കിയവൻ ഒത്തിരി പേരെ ക്ഷണിച്ചു, അവർ വരാത്തതിനാൽ തൻ്റെ ഭൃത്യന്മാരെ പറഞ്ഞയക്കുന്നു. അവർ വരാൻ വിസമ്മതിക്കുന്നു. വീണ്ടും അടുത്ത ഭൃത്യന്മാരെ പറഞ്ഞയക്കുന്നു. എന്നാൽ അവർ അത് അവഗണിച്ചുകൊണ്ട് തങ്ങളുടേതായ വഴികളിലേക്ക് പോവുകയാണ്. ഉടനെ രാജാവ് ക്രുദ്ധനായിട്ട് തൻ്റെ സൈന്യത്തെ അയച്ച് അവരെ മുഴുവനും നശിപ്പിച്ചു കളയുക. അതിനുശേഷം വഴിയിലിരുന്നവരെയും ചന്തസ്ഥലത്തിരുന്നവരെയും ഒക്കെ വിളിച്ചുകൂട്ടി വിരുന്ന് ആസ്വദിക്കാനായിട്ട് ആവശ്യപ്പെടുക. അപ്പോൾ രാജാവ് അവരെ കാണാൻ വരുമ്പോൾ ഒരുത്തൻ വിവാഹ വസ്ത്രം ധരിക്കാതിരിക്കുന്നത് കണ്ട് അവനോട് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഇതിൽ പ്രവേശിച്ചത്? അവൻ മിണ്ടാതിരുന്നു. രാജാവ് അവനെയും പിടിച്ച് വലിച്ചെറിഞ്ഞു കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം വിവാഹ വിരുന്നുമായി സാദൃശ്യപ്പെടുത്തുമ്പോൾ ഈശോ പറയുകയാണ്, സ്വർഗരാജ്യം ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഇടമാണ്. ഈ ഭൂമിയിൽ യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ നമ്മൾ ആർക്ക് സാധിക്കില്ല. എന്നാൽ നിത്യമായിട്ട് സന്തോഷം അനുഭവിക്കുന്ന ഇടം അത് സ്വർഗമാണ്. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കണം. രണ്ടാമതായിട്ട് തിരുവചന ഭാഗത്തിലൂടെ ഈശോ നൽകുന്ന സന്ദേശം, ദൈവം നൽകുന്ന വിളിയെ നിരസിക്കരുത്. നിന്റെ ജീവിതത്തിൽ അനുദിനം ഈശോ ചില വിളികൾ നൽകുന്നുണ്ട്. നിന്നെ കുടുംബജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സമർപ്പണ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഏകസ്ഥ ജീവിതത്തിലേക്കുള്ള വിളി നൽകിയിട്ടുണ്ട്. ആ വിളി നീ സ്വീകരിക്കണം. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വിളിയെ നീ സ്വീകരിക്കണം. അതുപോലെ തന്നെ ഓരോ ദിവസവും ആ ദിവസത്തിൻ്റെ വിളി കർത്താവ് നിനക്ക് നൽകുന്നുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം നിന്നെ വിളിക്കുന്നുണ്ട്. ഓരോ ദിവസവും പ്രാർത്ഥിക്കാൻ ദൈവം നിന്നെ വിളിക്കുന്നുണ്ട്. നന്മ ചെയ്യാൻ നിന്നെ ദൈവം വിളിക്കുന്നുണ്ട്. വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവം നിന്നെ വിളിക്കുന്നുണ്ട്. ഈ വിളിക്ക് നീ എങ്ങനെ പ്രത്യുത്തരം നൽകുന്നത്? അത് പ്രധാനപ്പെട്ടതാണ്. ഓരോ ദിവസവും പ്രാർത്ഥിക്കണം, നന്മ ചെയ്യണം, ഓരോ നിമിഷവും വിശുദ്ധിയുടെ വഴിയിലൂടെ സഞ്ചരിക്കണം. അപ്പോൾ ദൈവവിളിക്ക് ഉത്തരം കൊടുക്കുന്നവനായിട്ട് മാറും. ഇല്ല എങ്കിൽ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ അവസ്ഥയിലേക്ക് നീയും വരും, തള്ളപ്പെടുന്നവരായിട്ട് മാറും. അതുപോലെ തന്നെ വിവാഹ വിരുന്നിൽ വന്നവരിൽ ഒരുവൻ വിവാഹ വസ്ത്രം ധരിക്കാതിരിക്കുന്നത് കണ്ട് അവനെ പിടിച്ചു പുറത്താക്കുന്ന ഒരു രാജാവ്. ജീവിതത്തിൽ മാറ്റം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, പരിവർത്തന പശ്ചാത്താപ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. ഇതില്ല എങ്കിൽ നമ്മുടെ ജീവിതം നശിപ്പിക്കപ്പെടുന്ന ജീവിതമായിട്ട് മാറുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇന്നത്തെ ഈ ദിവസം ജീവിക്കാനായിട്ട് ഈശോ നമ്മളോട് പറയുകയാണ്, സ്വർഗത്തെ കാണണം. അത് സന്തോഷത്തിൻ്റെ ഇടമാണ്. അത് നമ്മൾ ആഗ്രഹിക്കണം. 2, ഈ ദിവസത്തിൻ്റെ വിളി ദൈവം നിനക്ക് നൽകുന്നുണ്ട്. ആ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. 3, പരിവർത്തനത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ ഒരു ജീവിതം. കുറവുകളെ മാറ്റി നന്മയുടെ, വിശുദ്ധിയുടെ, സ്നേഹത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാരത്തിൻ്റെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. തിന്മ ഇവരുടെ ജീവിതത്തിൽ നിന്ന് തകരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ദുഷ്ടതയുടെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ആപത്തുകളും അപകടങ്ങളും ഇവരിൽ നിന്ന് ഈ ദിവസം മാറിപ്പോകട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.